തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ചുപേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊന്നും ബേസിക് ഒന്നും കിട്ടുന്നില്ല, കൂടിപ്പോയിരുന്നു. ഓക്കെ, ബേസിക് കുറച്ച് ഇടയ്ക്ക്. അപ്പൊ തിരുക്കൊച്ചി രൂപീകരിച്ച വർഷം 1949 ജൂലൈ 1 പ്രത്യേകത എന്താണ്? ഡോക്ടേഴ്സ് ദിനം. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമാണ്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്നത് കേരളമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? ചോദിച്ചിട്ടുള്ള ചോദ്യം 1.18%. കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ്? 859. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര പേര് താമസിക്കുന്നുണ്ട്? 859 പേര് കേരളത്തിൽ. ഓക്കെ, കേരളത്തിന്റെ ജനസംഖ്യ വളർച്ച നിരക്ക് അറിയാമോ? വളർച്ച നിരക്ക് 4.91. ഇപ്പൊ ഇനി നമുക്ക് ഇത് നടക്കാൻ പോകുന്നത് 2011 സെൻസസ് അനുസരിച്ചാണ് 4.91. അപ്പൊ ഇനി നടക്കാൻ പോകുന്നത് 2027 സെൻസസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്നറിയപ്പെടുന്നത് 2027 നടക്കാൻ പോകുന്നത് 26-27 നടക്കാൻ പോകുന്ന സെൻസസ് ആണ്. ഓക്കെ, അടുത്ത കേരളത്തിലെ കടൽ തീര ദൈർഘ്യം 590 കിലോമീറ്റർ. കേരളത്തിലെ കടൽ തീര ദൈർഘ്യം 590. നേരത്തെ നമ്മൾ എത്ര പഠിച്ചിരുന്നു? 580 പഠിച്ചിരുന്നു. ഇപ്പൊ 590. അപ്പൊ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ജില്ല. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് വീണ്ടും പഠിക്കണം. കടൽ തീരം ഉള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ 9. അത് രണ്ടും സെയിം ആണ്. അതിന്റെ കൂടെ വീണ്ടും കണക്ട് ചെയ്ത് പഠിക്കണം. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ 9. അതുപോലെ തന്നെ കേരളത്തിലെ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ 9. അതുപോലെ തന്നെ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 9. ഓക്കെ, അടുത്ത് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. ഏറ്റവും അവസാനം വന്ന കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം ബ്ലോക്ക് പഞ്ചായത്ത് 152. കേരളത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ 14. ഓരോ ജില്ലയിലും ഓരോ ജില്ലാ പഞ്ചായത്ത് ഉണ്ട്. ജില്ലാ പഞ്ചായത്തുകളുടെ 14. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? പട്ടത്താണ്. കേട്ടോ, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പട്ടത്താണ്. PSC ഓഫീസിന്റെ കുറച്ച് ഇപ്പുറത്തോട്ടാണ് ജില്ലാ പഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. മുനിസിപ്പാലിറ്റികളുടെ എണ്ണം മുനിസിപ്പാലിറ്റി 87. ആലോചിച്ച് പറ. കോർപ്പറേഷൻ ആണ് 6. ഓക്കെ, കോർപ്പറേഷന്റെ അധികാരി ആരാണ്? കോർപ്പറേഷന്റെ അധികാരി മേയർ. ഓക്കെ, മുനിസിപ്പാലിറ്റിയുടെ അധികാരി ആരാണ്? മുനിസിപ്പാലിറ്റിയുടെ അധികാരി മുനിസിപ്പാലിറ്റി ചെയർമാൻ. മുനിസിപ്പാലിറ്റിയുടെ അധികാരി ചെയർമാൻ ആണ്. കേട്ടോ, മുനിസിപ്പാലിറ്റിയുടെ അധികാരി ചെയർമാൻ. പഞ്ചായത്തിന്റെ അധികാരി പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ, അടുത്ത് ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. നേരത്തെ ഏതായിരുന്നു? പാലക്കാടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഏതാണ്? ഇടുക്കി ജില്ല. റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. മുനിസിപ്പാലിറ്റിയുടെ എണ്ണം മുനിസിപ്പാലിറ്റി 87. റവന്യൂ ഡിവിഷൻ 27. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. അങ്ങനെ തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം. കേരളത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് വിസ്തീർണത്തിലാണ്. കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്ര കിലോമീറ്റർ? കിഴക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്കെന്നല്ല, കിഴക്ക് പടിഞ്ഞാറ് അറിഞ്ഞൂടാ. 120 കിലോമീറ്റർ, മാക്സിമം 120 കിലോമീറ്റർ. കേട്ടോ, ഏറ്റവും കൂടുതൽ ഈ ഇടുക്കി ഭാഗത്താണ്. മാപ്പ് എടുത്ത് വെച്ച് ജസ്റ്റ് നോക്കണം. ഇടുക്കി ഭാഗത്താണ് 120 കിലോമീറ്റർ വരുന്നത്. ഏറ്റവും കുറവ് വരുന്നത് വടക്ക് ഭാഗത്ത്, കാസർഗോഡ് ഭാഗത്താണ് കുറച്ച് വരുന്നത്. ഓക്കെ, 65 കിലോമീറ്റർ ആ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത് ജനസംഖ്യ കൂടിയ ജില്ല എല്ലാവർക്കും കിട്ടും. മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണെങ്കിൽ വയനാട്. ഓക്കെ, ജനസംഖ്യ വളർച്ച നിരക്ക് കൂടിയ ജില്ല അതും മലപ്പുറം തന്നെയാണ്. ഏകദേശം നോക്കണേ 13.39. 2011 സെൻസസ് അനുസരിച്ച് 13.39 ആണ്. ഓക്കെ, ജനസംഖ്യ വളർച്ച നിരക്ക് കുറഞ്ഞ ജില്ല ഏതാണ്? പത്തനംതിട്ട. ജനസംഖ്യ വളർച്ച കുറഞ്ഞ ജില്ല ചോദിച്ചാൽ പത്തനംതിട്ട. അങ്ങനെയാണെങ്കിൽ ജനസംഖ്യ അല്ലെങ്കിൽ ജനസാന്ദ്രത കൂടിയ ജില്ല ഒരു സ്ക്വയർ കിലോമീറ്റർ തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം. ഓക്കെ, ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം. ഒന്നും കൂടെ പറയാം, ജസ്റ്റ് ഒന്ന് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് തിരുക്കൊച്ചി രൂപീകരിച്ച വർഷമാണ് 1949 ജൂലൈ 1 പ്രത്യേകം നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സ് ദിനം. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. കേരളത്തിന്റെ വിസ്തീർണം 3863 ചതുരശ്ര കിലോമീറ്റർ. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും പഠിക്കണം. ചതുരശ്ര മൈലിൽ എത്രയാണ്? 15,005 ചതുരശ്ര മൈലാണ്. ഓക്കെ, അടുത്ത ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര പേര് കേരളത്തിൽ താമസിക്കുന്നു?
താമസിക്കുന്നുണ്ട്? 859. അടുത്ത് കേരളത്തിന്റെ ജനസംഖ്യാ വളർച്ച നിരക്ക് എത്രയാണ്? 4.91%. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം 590. അതിലൂടെ ഒരു കണക്ട് പഠിക്കണം. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. ഓക്കെ, കേരളത്തിന്റെ ആകെ താലൂക്കുകളുടെ എണ്ണം 77. താലൂക്കുകളുടെ എണ്ണം 77. ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. ഓരോ ജില്ലയിലും ഓരോ ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ 14 ജില്ലാ പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ഓക്കെ, 152. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കോർപ്പറേഷനുകളുടെ എണ്ണം 6. ഏറ്റവും അവസാനം നിലവിലുള്ള കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. മാറിപ്പോയത്. ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ്. തെക്കേറ്റത്തെ ജില്ല തിരുവനന്തപുരം. അടുത്ത് ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസംഖ്യ വളർച്ച നിരക്ക് കൂടിയത് മലപ്പുറം. ജനസംഖ്യ വളർച്ച നിരക്ക് കുറവ് പത്തനംതിട്ട. അടുത്ത് ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത തിരുവനന്തപുരമാണ്. അതുകൊണ്ട് 1 സ്ക്വയർ കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഈ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് മനസ്സിൽ ആലോചിച്ചോണം. ഏറ്റവും കൂടുതൽ വനങ്ങളൊക്കെ ഉള്ളത്, വനങ്ങളല്ല മലപ്രദേശങ്ങളെല്ലാം കൂടുതൽ എവിടെയാണ്? ഇടുക്കിയാണ്. അതുകൊണ്ടാണ് ആ ജനസാന്ദ്രത കുറവായിട്ട് ഇടുക്കി വന്നത്. ഓക്കെ, സാക്ഷരത കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂര്. കടൽത്തീരം കൂടുതലുള്ള ജില്ല കണ്ണൂര്. കടൽത്തീരം കുറവുള്ള ജില്ല കൊല്ലം. കടൽത്തീരം കുറവുള്ള ജില്ല കൊല്ലം. ഉള്ളതിൽ ഏറ്റവും വലിയ ജില്ല മലപ്പുറം. ഓക്കെ, കടൽത്തീരമുള്ളതിൽ ഏറ്റവും വലിയ ജില്ല മലപ്പുറം. കടൽത്തീരമുള്ളതിൽ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കടൽത്തീരമുള്ളതിൽ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള തീരുമാനിക്കാം. ഓക്കെ, തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം. അടുത്ത തൊഴിൽ രഹിതർ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. തൊഴിൽ രഹിതർ ഏറ്റവും കുറവ് ജില്ല വയനാട്. കാരണം അവിടെ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലക്കാർക്ക് എപ്പോഴും എന്താണ് വൈറ്റ് കോളർ ജോലിയാണ് താല്പര്യം. ഓക്കെ, അടുത്ത് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. എത്ര നദികൾ ഒഴുകുന്നു? 12. അപ്പൊ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41. കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ വലിപ്പ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം. അതിന് പിന്നെ ഡൗട്ട് ഒന്നും വരില്ല. അടുത്ത് ക്രിസ്ത്യാനികൾ കൂടുതലുള്ള എറണാകുളം. ക്രിസ്ത്യാനികൾ കൂടുതലാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട്. പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട്. ഓക്കെ, അടുത്ത പട്ടിക വർഗ്ഗക്കാർ കൂടുതലുള്ള ജില്ല വയനാട്. പട്ടിക വർഗ്ഗ കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? കേരളത്തിലെ നിയമസഭാ സംവരണ മണ്ഡലങ്ങൾ 14. പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140. കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140. പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ 2. ഏതൊക്കെയാണ്? മാനന്തവാടി. ഈ സുൽത്താൻ ബത്തേരിയുടെ പ്രത്യേകത എന്താണ്? സുൽത്താൻ ബത്തേരി 2 സംസ്ഥാനങ്ങൾ, അതായത് കർണാടകയും തമിഴ്നാടും ചേരുന്ന സ്ഥലമാണ് സുൽത്താൻ ബത്തേരി. ഓക്കെ, അടുത്ത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2. ഏതൊക്കെയാണ്? ആലത്തൂരും മാവേലിക്കര. അപ്പൊ ആലത്തൂരിന്റെ എം പി ആരാണ്? ആലത്തൂരിന്റെ എം പി അറിയാമോ? മുൻ സ്പീക്കർ ആയിരുന്ന ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ. ഓക്കെ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ആലത്തൂർ ആരാണ്? രാധാകൃഷ്ണനും. മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്. രാജ്യസഭാ സീറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു 9. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. ഓക്കെ, കടൽത്തീരമില്ലാത്ത ജില്ലകൾ 5. കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? EPP വാങ്ങാൻ കൊള്ളാം. ആൻസർ കൊണ്ട് പറഞ്ഞു. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, കോട്ടയം.
പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. വയനാടില്ല, വയനാട്. ഓക്കെ. അടുത്ത് ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലം. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം കൊല്ലം. തീർത്ഥാടക ടൂറിസത്തിന്റെ തലസ്ഥാനം പത്തനംതിട്ട. തീർത്ഥാടക ടൂറിസത്തിന്റെ തലസ്ഥാനം പത്തനംതിട്ട. അടുത്ത് പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. സ്ഥിരമായിട്ട് ചോദിച്ച ചോദ്യമാണ്, ഇപ്പൊ ഒന്നും ചോദിക്കാറില്ല. അടുത്ത ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴ. ഒരു MLA ഉണ്ട്. ഏതാണ് MLA? ജി സുധാകരൻ. എന്താണ് പ്രത്യേകത? എന്താണ് 16ാം നിയമസഭയുടെ സ്പീക്കറാണ് ജി സുധാകരൻ. അങ്ങനെയാണെങ്കിൽ സ്പീക്കർ ആര്? 16 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എത്രാമത്തെ സ്പീക്കർ നമ്മൾ പഠിച്ചിട്ടാണ്? 25ാമത്തെ സ്പീക്കർ. കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി. മറന്നുപോലും. ഓക്കെ. അടുത്ത കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ. കോഴിക്കോടിന്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം. അടുത്ത് കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് വെള്ളനാട്. വെള്ളനാട് ഏത് ജില്ലയാണ്? തിരുവനന്തപുരം. കമ്പ്യൂട്ടർ വൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് തള്ളിക്കുളം. രണ്ടാമത്തെ പഞ്ചായത്ത് തള്ളിക്കുളം. ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. അടുത്ത് ബാല സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. ബാല സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരി ഏത് ജില്ലയാണ്? എറണാകുളം. ഓക്കെ. വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് വൈഫൈ തൃക്കരിപ്പൂർ. വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് തൃക്കരിപ്പൂർ. കാസർഗോഡ് ജില്ലയിലാണ് തൃക്കരിപ്പൂർ. അടുത്ത് പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നമ്മൾ പറഞ്ഞു ഇരവിപ്പേരൂർ. ഓക്കെ. ജനിച്ച സ്ഥലം ഇരവിപ്പേരാണ്. PRDSന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇരവിപ്പേരൂർ, പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ. അടുത്ത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളം ഇടുക്കി ജില്ലയാണ്. ഓക്കെ. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളമാണ്. ഏത് ജില്ല എന്ന് വെച്ചാൽ ഇടുക്കി. അടുത്ത് കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ പീലിക്കോട്. നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നമ്മുടെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മയിലിന്റെ പീലി കോട് എന്നാലോചിക്കുക. ഓക്കെ. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയത് പീലിക്കോട്. ഓക്കെ. അടുത്ത ആദ്യ ഇ പേയ്മെന്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം. ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം ഏത് ജില്ലയാണ്? കാസർഗോഡ്. ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി. ആദ്യ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി. ഓക്കെ. ഇപ്പൊ കേരളത്തിലെ ജൈവത്തിന്റെ അംബാസഡർ, ജൈവ കൃഷിയുടെ അംബാസഡർ മഞ്ജു വാര്യർ. ഓക്കെ. അവയവദാനത്തിന്റെ മൃതസഞ്ജീവനിയുടെ അംബാസഡർ മോഹൻലാൽ. മൃതസഞ്ജീവനിയുടെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ. രക്തദാന പഞ്ചായത്ത് മടിക്കൈ. ഓക്കെ. മറന്നു വരുന്നത്. മടിക്കൈ ഏത് ജില്ലയാണ്? കാസർഗോഡാണ് കേട്ടോ. മടിക്കൈ കാസർഗോഡ്. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ല. ഓക്കെ. അടുത്ത വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം പുഴയുണ്ട്. ഏത് ജില്ലയാണ്? കണ്ണൂരാണ്. കണ്ണൂർ. ഓക്കെ. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഏത് ഈ വളപട്ടണം ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. അടുത്ത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് ക്ലാപ്പാറ ഇടുക്കി ജില്ലയാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് ക്ലാപ്പാറ ഇടുക്കി. അടുത്ത ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. ഏത് ജില്ലയാണെന്നറിയാമോ? മലപ്പുറം ജില്ല. ഏറനാട് മലപ്പുറം ജില്ല. ഓക്കെ. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ, കൊല്ലം ജില്ലയിലാണ്. കുന്നത്തൂർ എവിടെയാണ്? കൊല്ലം ജില്ല. ഓക്കെ. അടുത്ത് ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് അത് ഏത് തന്നെയാണ്? കുന്നത്തൂർ. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ചോദിച്ചാലും കുന്നത്തൂരാണ്. ഏറ്റവും ചെറിയ താലൂക്ക് ചോദിച്ചാലും കുന്നത്തൂരാണ്. ക്ലിയർ? അടുത്ത് ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര. ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് എന്ന് വെച്ചാൽ മങ്കര. ഓക്കെ. അടുത്ത് 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് 100% സാക്ഷരത നേടിയ പോത്താനിക്കാട്. ഓക്കെ. പോത്താനിക്കാട്. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ചോദിച്ചാൽ പോത്താനിക്കാട്. അടുത്ത്
സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടി. ഓക്കെ, സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടി. ഓക്കെ, 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ പഞ്ചായത്ത് 100% പ്രാഥമിക വിദ്യാഭ്യാസം നിലമ്പൂർ. ഓക്കെ, 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത്.